2026 പെസഹ വ്യാഴാഴ്ചയിൽ തിരുക്കർമ്മങ്ങൾ നമ്മുടെ സഭയുടെ ആസ്ഥാനമായ മൗണ്ട് സെൻറ്റ് തോമസിലെ നമ്മുടെ പള്ളിയിൽ വെച്ച് നിർവഹിക്കുമ്പോൾ ഞാൻ ഈ തിരുക്കർമ്മത്തിൽ ലോകത്തെ മുഴുവനും, പ്രത്യേകിച്ച് നമ്മുടെ സഭയുമായി ബന്ധപ്പെട്ട എല്ലാ രൂപതകളെയും, വൈദികരെയും, സന്യസ്തരെയും, സഭയുടെ എല്ലാ മക്കളെയും, സഭ നടത്തുന്ന എല്ലാ ശുശ്രൂഷകളും സ്ഥാപനങ്ങളും എല്ലാം ദൈവത്തിൻ്റെ കൈകളിൽ കഴുകി വൃത്തിയാക്കപ്പെട്ട, നിർമ്മലമാക്കപ്പെട്ട ശുശ്രൂഷകളായിട്ട് തീരാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം കർത്താവ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയത് നമ്മൾ ഓർമ്മിക്കുന്നു. ലിയോനാർഡോ ഡാവിഞ്ചിയുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രമുണ്ട്. അദ്ദേഹം തൻ്റെ വിശ്വാസം ഹൃദയത്തിൽ ധ്യാനിച്ചതിൻ്റെ ഫലമായിട്ട് കളറുകളിൽ അദ്ദേഹം വരച്ചൊരു ചിത്രമാണ്. ആ ചിത്രത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത, കർത്താവ് കാല് കഴുകി വെള്ളത്തിൻ്റെ താലത്തിൻ്റെ മുകളിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ ഉയർത്തി തൻ്റെ അധരത്തോട് ചേർത്ത് ചുംബിക്കുമ്പോൾ ഡാവിഞ്ചി വളരെ മനോഹരമായിട്ട് വരച്ചു വെച്ചു. ആ വെള്ളത്തിലെ ഈശോയുടെ മുഖം പ്രതിബിംബിക്കുന്നു. ഇന്ന് പെസഹ വ്യാഴാഴ്ച ഞാനും നിങ്ങളും കർത്താവിൻ്റെ ശുശ്രൂഷകളിലെ കൂട്ടുപങ്കാളികളാകുകയാണ്. ഈ ശുശ്രൂഷകളിലൂടെ കർത്താവിൻ്റെ വ്യക്തിത്വത്തിലും ദൗത്യത്തിലും നമ്മൾ കൂട്ടുപങ്കാളികളാകുകയാണ്. നമ്മളൊരു കുടുംബമായിട്ട് കർത്താവിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒന്നിച്ച് കൂടുകയാണ്. നിങ്ങൾക്കറിയാം, പെസഹ ആചരണം ആരംഭിക്കുന്നത് പഴയ നിയമത്തിൽ നിന്നാണ്. ഇന്നത്തെ ഒന്നാമത്തെ വായന അതിൻ്റെ ഓർമ്മകളാണ് നമ്മളോട് പങ്കുവെച്ചത്. പുറപ്പാടിൻ്റെ പുസ്തകം 12-ാമത്തെ അധ്യായം ഏകദേശം പൂർണ്ണമായിട്ടും നമ്മൾ വായിച്ചു. പഴയ നിയമത്തിലെ പെസഹ ആചരണം വിമോചനത്തിൻ്റെ ഒരു വലിയ ആഘോഷമായിരുന്നു. ഇസ്രായേൽ മക്കൾ ഈജിപ്തിലെ അടിമത്തത്തിലെ സ്വാതന്ത്ര്യമില്ലാതെ കഴിഞ്ഞിരുന്നൊരു കാലഘട്ടത്തിൽ ദൈവം ഇസ്രായേലിനെ മോചിപ്പിക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഈ മോചനത്തിന് ദൈവം തിരഞ്ഞെടുക്കുന്നത് വിക്കനായ മോശയാണ്. മോശ സങ്കടത്തോടുകൂടെ കർത്താവിനോട് പറയുന്നുണ്ട്, നീ പറയുന്ന കാര്യങ്ങൾ നിർവഹിക്കാൻ, സംസാരിക്കാൻ എനിക്ക് പ്രാഭവമില്ല. ഐ എം നോട്ട് എലക്വൻറ്റ്. സഹോദരനായ ജോഷുവയെ കൂട്ടിനെ കൊടുക്കുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഈ വലിയ വിമോചനം, വരാനിരിക്കുന്ന ഒരു വിമോചനത്തിൻ്റെ അടയാളമായിട്ടാണ് കർത്താവ് കരുതുന്നത്. വരാനിരിക്കുന്ന വിമോചനം ക്രിസ്തുവിലൂടെ സാക്ഷാത്കരിക്കപ്പെടേണ്ട വലിയ വിമോചനമാണ്. നിങ്ങൾ പെസഹ കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ കുഞ്ഞാട് ഊനമറ്റതായിരിക്കണം. അത് കേടുപാടുകളില്ലാത്ത, പൂർണ്ണതയുള്ള, ആരോഗ്യമുള്ള ഒരു കുഞ്ഞാടായിരിക്കണം. സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഊനമറ്റ ആരോഗ്യമാണ് നമ്മുടെ ആധ്യാത്മികത. ഞാനും നിങ്ങളും സമ്പത്തുള്ളവരായിരിക്കാം, സമ്പത്ത് കുറവുള്ളവരായിരിക്കാം, ഒരുപാട് വിദ്യാഭ്യാസമുള്ളവരായിരിക്കാം,
നല്ല തസ്തികകളിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം. ചിലപ്പോൾ അങ്ങനെ ഒന്നുമില്ലാതെ സാധാരണ കൂലി വേലകൾ കൊണ്ടൊക്കെ ജീവിക്കുന്നവരായിരിക്കാം. എന്തുമാകട്ടെ, നിൻ്റെ മനസ്സിൻ്റെ ശുദ്ധിയാണ് കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പിൽ നിന്നെ യോഗ്യനാക്കുന്നത്. ഊനമറ്റ കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഞാനും നിങ്ങളും മറക്കാതെ ഓർമ്മിക്കണം, ഈ പെസഹ കൊണ്ടാടുന്നത് ഒരു ഓർമ്മ ആചരണത്തിൻ്റെ ആഘോഷം മാത്രമല്ല. ഞാനും നിങ്ങളും കുറ്റമില്ലാത്തവരായിട്ട് ജീവിക്കേണ്ടതിന് കർത്താവ് തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് ഒരിക്കൽ കൂടെ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്പേസ് എന്ന് പറയുന്നത് ദ സ്പേസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. നമ്മെ തന്നെ പുതുക്കാൻ, നമ്മെ തന്നെ നവീകരിക്കാൻ, നമ്മെ തന്നെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഞാനും നിങ്ങളൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവരെ നന്നാക്കാനായിട്ട് നമ്മൾ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന പേരെടുത്തത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ പോലും പ്രസംഗിക്കാതെ ജീവിതം പ്രസംഗമാക്കി മാറ്റിയ ഒരാളാണ് അസീസിലെ ഫ്രാൻസിസ്. ഒരിക്കൽ പോലും അദ്ദേഹം പ്രസംഗിച്ചിട്ടില്ല. പക്ഷെ സ്വന്തം ജീവിതം അദ്ദേഹം ഒരു പ്രസംഗമാക്കി മാറ്റി. ഈ പെസഹായുടെ ദിവസത്തിലെ പുറപ്പാടിൻ്റെ ഓർമ്മ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് കർത്താവ് എടുത്തു മാറ്റുമ്പോൾ കർത്താവ് പറയുന്ന ഒരൊറ്റ വാചകം മാത്രമുള്ളൂ, ഇത് മുറിക്കപ്പെട്ട അപ്പമാണ്, ഇത് ചിന്തപ്പെട്ട രക്തമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. മുറിക്കപ്പെടാത്തതൊന്നും തന്നെ കർത്താവിൻ്റേതല്ല. മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തപ്പെടാത്തതൊന്നും തന്നെ കർത്താവിൻ്റേതല്ല. അതുകൊണ്ട് പെസഹ കടന്നുപോക്കലാണ്. ഈ കടന്നുപോകല് ഒരു പരിവർത്തനത്തിൻ്റെ കടന്നുപോകലാണ്. ഈ കടന്നുപോകലിൽ ഞാനും നിങ്ങളും കർത്താവിലേക്ക് പരിവർത്തനപ്പെടുന്നില്ലെങ്കിൽ, കർത്താവിൻ്റെ കുരിശിൻ്റെ വഴിയിൽ മനോഹരമായിട്ടുള്ള ഒരു രംഗമാണല്ലോ 6-ാമത്തെ സ്ഥലം. വേറോനിക്ക വിവർണനായിട്ട് രക്തത്തിൽ കുളിച്ച കർത്താവിനെ കണ്ടപ്പോൾ സങ്കടത്തോടടുത്ത് ചെന്ന് തൻ്റെ തൂവാല കൊണ്ട് കർത്താവിൻ്റെ മുഖം ഒപ്പിയെടുത്തു. ആ ഒപ്പിയെടുത്ത തൂവാലയിൽ കർത്താവ് തിരിച്ചവൾക്ക് കൊടുത്തത് തൻ്റെ മുഖത്തിൻ്റെ ഛായയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ ഛായ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാൻ ദൈവം നമുക്കൊരുക്കുന്ന വലിയ ഒരവസരമാണ് പെസഹ. ഇത് കടന്നു പോകലിൻ്റെ ഒരു സന്ദർഭമാണ്. ഈ കടന്നു പോകല് ഞാനും നിങ്ങളും ഭൂമിയിൽ നടത്തുന്ന ഒരു സ്പേസിൻ്റെ കടന്നുപോക്കലല്ല. ഞാനും നിങ്ങളും ജീവിതം കൊണ്ട് വരുത്തുന്നൊരു മാറ്റം കൊണ്ട് ഈ സമൂഹത്തിൽ സംഭവിക്കേണ്ട ഒരു പരിവർത്തനമുണ്ട്. ആ പരിവർത്തനത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ ഈ 1-ാമത്തെ വായന നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. 2-ാമത്തെ വായന എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ എടുത്തത്. 45-ാമത്തെ അധ്യായം 18 തുടങ്ങി 25 വരെയുള്ള വചനങ്ങൾ. പഴയ നിയമത്തിലെ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണമെന്നും കാളക്കുട്ടിയെ തിരഞ്ഞെടുക്കുന്നതിൽ കാണിക്കേണ്ട വൈദഗ്ധ്യവും വിശുദ്ധിയും അതിൻ്റെ രക്തം കട്ടിളപ്പടികളിൽ പൂശേണ്ടതിൻ്റെ നിബന്ധനകളുമൊക്കെയാണ് ഈ വായനയിൽ എസെക്കിയേൽ ഓർമ്മപ്പെടുത്തുന്നത്. പഴയ നിയമത്തിലെ ആചാരങ്ങൾ അർത്ഥം നഷ്ടപ്പെടാതെ പഴയ നിയമ ജനത ജീവിക്കാൻ എസെക്കിയേൽ നടത്തുന്ന ഒരു പരിശ്രമത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്
എസെക്കിയേലിൻ്റെ പുസ്തകത്തിലെ വായന. എന്നെയും നിങ്ങളെയും കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു കൊല്ലം നമ്മൾ പെസഹ കഴിഞ്ഞ് ഈസ്റ്ററിലേക്ക് പോകുകയാണ്. എന്തു മാറ്റങ്ങൾ നമുക്ക് വന്നുവെന്ന് നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ എവിടെയാണോ നഷ്ടപ്പെട്ടിരിക്കുന്നത്, എവിടെയാണോ വിട്ടുപോയിരിക്കുന്നത്, എവിടെയാണോ ഞാനും നിങ്ങളും ഇനിയും പരിവർത്തനപ്പെടേണ്ടത്, അവിടെയെല്ലാം ഞാനും നിങ്ങളും നടത്തേണ്ട പരിശ്രമങ്ങൾ അത് ഈ പെസഹായുടെ ഓർമ്മയാചരണത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾ മാംസം ഭക്ഷിക്കുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കണം, കർത്താവിനെ പ്രതിഷ്ഠിക്കപ്പെട്ടവരാണ് നിങ്ങൾ എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പെസഹ കുഞ്ഞാടിൻ്റെ മാംസം നിങ്ങൾ ഭക്ഷിക്കുന്നത്. ഇതൊരാഘോഷം എന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ കർത്താവിൻ്റെ മാംസരക്തങ്ങളിൽ പങ്കുകാരാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് നടത്തിയ മാറ്റം ഈ വലിയ ദൈവഹിതമാണ്. അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അന്ന് വരെ ആരും അവരോട് പറയാത്തൊരു കാര്യം കർത്താവ് പറഞ്ഞു, ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്. ഇത് നിങ്ങൾ വാങ്ങി കുടിക്കുവിൻ, ഇത് എൻ്റെ രക്തമാണ്. സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നടത്തിയ ഈ വലിയ മാറ്റം, അതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ വിപ്ലവം. നമ്മുടെ ക്രൈസ്തവ ദൈവവിളിയുടെ വിപ്ലവം എന്ന് പറയുന്നത് അതാണ്. ഞാനും നിങ്ങളും മറ്റുള്ളവരെ തട്ടിപ്പൊറിക്കുന്നവരും മറ്റുള്ളവരിൽ നിന്ന് കട്ടെടുക്കുന്നവരും അല്ല. മറ്റുള്ളവർക്ക് കൊടുത്ത തീർത്ത ശേഷം കരങ്ങളൊഴിഞ്ഞ് സന്തോഷം പ്രകടിപ്പിക്കുന്നവരായിരിക്കണം. മദർ തെരേസയെക്കുറിച്ച് ഞാൻ ഒന്നും പറയാതെ നിങ്ങൾക്കറിയാം. മൽക്കം മാക്ബ്രിഡ്ജ് മദർ തെരേസയെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ മദർ തെരേസയോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, എന്താണ് നിങ്ങളുടെ ആഗ്രഹം? മദർ തെരേസ പറഞ്ഞൊരു മറുപടിയുണ്ട്, എൻ്റെ ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, ഇവിടെ നിന്ന് എനിക്കൊന്നും വേണ്ട, ഇവിടെ നിന്ന് എനിക്കൊന്നും വേണ്ട. ആർക്കും വേണ്ടാത്തവരെ വഴിവക്കിൽ ചാലിൽ നിന്നും ഓരോരോ സ്ലംസിൽ നിന്നൊക്കെ ഞാൻ കോരിയെടുത്തു. എനിക്ക് ആരുടെ അംഗീകാരം വേണ്ട, എനിക്കൊന്നും വേണ്ട. എനിക്ക് വേണ്ടത് കർത്താവിനെ ഞാൻ കൊടുത്തു എന്നതിലുള്ള സന്തോഷവും കർത്താവ് എന്നെ കണ്ടുവെന്നും എന്നെ കർത്താവിനോട് ചേർത്ത് പിടിക്കുമെന്നുള്ള ഇഷ്ടവുമാണ്. നമ്മുടെയൊക്കെ കുടുംബജീവിതങ്ങളിൽ ഞാൻ നിങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹിക്കും, നിങ്ങൾ കൊടുത്തതിൻ്റെ കണക്ക് പലപ്പോഴും പറയാറുണ്ട്. ശരിയാണ്, നമുക്ക് അവകാശമുണ്ട്. പക്ഷെ കൊടുത്തതിൻ്റെ കണക്ക് നിങ്ങൾക്ക് സമ്മാനമായിട്ട് നൽകുന്നത് നിങ്ങളുടെ പേര് വിളിക്കുന്ന കർത്താവാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ആരുടെ കയ്യിൽ നിന്നും തിരിച്ചു കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ആരുമറിയാതെ ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ പ്രതിഫലം കർത്താവ് നമ്മെ ഏൽപ്പിക്കാതിരിക്കില്ല. ഇന്നത്തെ ലേഖനം നമ്മൾ വായിച്ചത് കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 6 തുടങ്ങി 8 വരെയും 11 തുടങ്ങി 30 വരെയുമാണ്. ഈ ലേഖനത്തിൽ പറയുന്ന ഒരു മനോഹരമായ ചിന്ത, ഈ പെസഹായിലെ നാളത്തെ ദുഃഖവെള്ളിക്ക് നമ്മുടെ മനസ്സിനെ പരിശോധിക്കാൻ അപ്പസ്തോലൻ നൽകുന്ന ചിന്തയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആത്മപ്രശംസ ചെയ്യരുത്. ഈ ലോകത്തിലെ എല്ലാ പാപങ്ങളും ആരംഭിക്കുന്നത് അഹങ്കാരത്തിൽ നിന്നാണ്. അത് പ്രസവിക്കുന്ന കുഞ്ഞാണ് അസൂയ. അഹങ്കാരവും അസൂയയുമാണ് ദൈവരാജ്യത്തിലേക്കുള്ള ഏറ്റവും വലിയ തടസ്സം. അതുകൊണ്ടാണ് അപ്പസ്തോലനായ പൗലോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നത്, ആത്മപ്രശംസ ഒട്ടും നല്ലതല്ല.
അല്പം പുളിമാവ് മാവിനെ മുഴുവൻ പുളിപ്പിക്കുന്നത് പോലെ വിശുദ്ധിയുടെ വിനയത്തിൻ്റെ മാതൃക നമ്മുടെ ജീവിതങ്ങളെ പുളിപ്പിക്കാൻ കാരണമാകട്ടെ. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഞാൻ മനസ്സുകൊണ്ട് ചിന്തിക്കാറുണ്ട്, നമ്മുടെ സമൂഹവും നമ്മുടെ സഭയുമൊക്കെ സമൂഹത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അർഹിക്കുന്ന അംഗീകാരം കിട്ടാതെ പോകുന്ന സന്ദർഭങ്ങളൊക്കെ വരുമ്പോഴും എൻ്റെ മനസ്സിലെപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, അവർ നമുക്ക് അംഗീകാരം തന്നാൽ പിന്നെ നമുക്ക് സ്വർഗത്തിൽ ഒരു അവകാശവും ഇല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ വിൻസെൻ്റ് പോൾ സംഘടന എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ചെയ്യുന്നത്. നമ്മുടെ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളിലൂടെ നമ്മൾ ചെയ്തു കൂട്ടുന്ന ശുശ്രൂഷകളുടെ വലുപ്പം, അതിൻ്റെ അഹങ്കാരം ഓർത്ത് മനസ്സ് സന്തോഷിക്കാനല്ല, പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഇടത് കൈ കൊണ്ട് വലത് കൈ കൊണ്ട് ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, നമ്മുടെ കന്യാസ്ത്രീകൾ എത്രയോ സംഘർഷങ്ങളിലൂടെയാണ് ഓരോ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നത്. നമ്മുടെ ആസ്പത്രികളാണെങ്കിലും നമ്മളുടെ പള്ളിക്കൂടങ്ങളാണെങ്കിലും ഇതൊക്കെ നടത്തുമ്പോഴും നമുക്കെന്ത് കിട്ടി എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ പ്രതിഫലമില്ലെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകും. ഇവിടെ ഒന്നും നമുക്ക് കിട്ടണ്ട, നമുക്ക് കിട്ടേണ്ടത് കർത്താവിൻ്റെ രാജ്യത്തിലും കർത്താവിൻ്റെ നാട്ടിലുമാണെന്നുള്ള ചിന്ത നമുക്കുണ്ടാകട്ടെ. ലൂക്കായുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം 7 തുടങ്ങി 13 വരെയുള്ള വചനങ്ങൾ കർത്താവ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നതാണ്. ഈ കാല് കഴുകുന്നതിൽ കർത്താവ് കാണിച്ച വലിയ ഒരു മാതൃകയുണ്ട്. കർത്താവ് തന്നെ പറയും, ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകുന്നു. ഈ ലോകത്തിലെ ഏറ്റവും വലിയ മാതൃക വിനീതരായിട്ട് ജീവിക്കുന്നതാണ്, വിനയത്തോടെ ജീവിക്കുന്നതാണ്. ബി ഹംബിൾ. ഞാനും നിങ്ങൾ വിനീതരായിട്ട് ജീവിക്കുക. ഒരുപാട് തലക്കനം കാണിക്കാതിരിക്കുക. ഒരുപാട് കഴിവുകളുടെ വലിയ ബലപ്രയോഗം ഇല്ലാതിരിക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധാലുക്കളും വിവേകികളും കഠിനാധ്വാനികളും ആകണമെന്ന് ഉറപ്പുണ്ട്. പക്ഷേ ഞാൻ ചെയ്യുന്നത് കൊണ്ട് എല്ലാവരും എന്നെ കാണണം, എല്ലാവരും എന്നെ അംഗീകരിക്കണം, ഞാൻ എല്ലാവരുടെയും മുമ്പിലും മിടുക്കനായിട്ട് മാറണമെന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകരുത്. ഇന്ന് കർത്താവ് വൈദികരെ ഓർക്കുന്ന, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു ദിവസമാണ്. നിങ്ങൾക്കറിയാം, പെസഹ വ്യാഴാഴ്ചയിലെ എല്ലാ തിരുക്കർമ്മങ്ങളും വിരൽ ചൂണ്ടുന്നത് പൗരോഹിത്യത്തിലേക്കാണ്. നമുക്ക് ധാരാളം നല്ല ദൈവവിളികൾ ഉണ്ടാകണം. ദൈവം നമ്മുടെ സഭയ്ക്ക് ധാരാളം ദൈവവിളികൾ തരുന്നുണ്ട്. ധാരാളം ദൈവവിളികൾ സന്യസ്ത ജീവിതങ്ങളിലേക്ക് നൽകുന്നുണ്ട്. ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് കരം കൂപ്പി പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ ഗുണമേന്മ ദൈവവിളികളുടെ കാര്യത്തിൽ നമുക്കിപ്പോഴും സ്വയം പര്യാപ്തതയുണ്ട്. പക്ഷേ ഈ സ്വയം പര്യാപ്തതയിൽ അപകടത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ ചില സൂചനകൾ നമുക്ക് കിട്ടുന്നുണ്ട്. മക്കളുടെ എണ്ണം കുറയുന്നത് കൊണ്ട് പള്ളിക്കും ദൈവത്തിനും സഭയ്ക്കും മക്കളെ വൈദിക വൃത്തിയിലൂടെ സന്യസ്ത ജീവിതത്തിലൂടെ കൊടുക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെയൊക്കെ ഇരിക്കുന്നതോട് പറയാൻ ആഗ്രഹമുണ്ട്, ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ. ഉദരഫലം കർത്താവിൻ്റെ അനുഗ്രഹമാണ്. മക്കളുടെ കാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധയുള്ളവരായിരിക്കാൻ നമുക്ക് കഴിയട്ടെ. വൈദികൻ അൾത്താരയിലെ അപ്പം മുറിക്കുമ്പോൾ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന കണ്ണുനീരും കഷ്ടപ്പാടും അതാണ് അവരുടെ ബലിപീഠവും ബലിയർപ്പണവും. അതുകൊണ്ട് മക്കളെ സന്തോഷമായിട്ട് സ്വീകരിക്കാൻ നമുക്ക് കൂടുതൽ ഒരിഷ്ടം, കൂടുതലൊരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ വൈദികരുടെ എണ്ണത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ ഒരു നിലപാട് നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. നമുക്ക് സന്യാസ സമൂഹങ്ങൾ, പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ, സ്ത്രീകളുടെ ജീവിതത്തിലെ സന്യാസ ജീവിതത്തിലൊക്കെ ആളുകളുടെ എണ്ണക്കുറവ് നമുക്ക് അനുഭവപ്പെട്ട് തുടങ്ങുന്നുണ്ട്.
വൈദിക എണ്ണത്തിലും എണ്ണക്കുറവ് ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. അത് നല്ലൊരു ലക്ഷണമല്ലെന്ന് തിരിച്ചറിയുക. കർത്താവിൻ്റെ ജോലി തുടരാൻ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ദൈവവിളികൾ ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ വൈദികരെയും എല്ലാ സമർപ്പിതരെയും ഇന്ന് പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ ശുശ്രൂഷകളിലും കർത്താവിൻ്റെ നിയോഗം നിർവഹിക്കപ്പെടാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും പെസഹ തിരുനാളിൻ്റെ ഒരുപാട് സന്തോഷവും ഒരുപാട് സമാധാനവും അനുഗ്രഹങ്ങളും ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് മുറിച്ചു പങ്കിട്ടതുപോലെ നമുക്ക് മുറിച്ചു പങ്കിടാൻ കഴിവുള്ളവരാകാം. കർത്താവ് കാല് കഴുകി വിനയത്തിൻ്റെ അടയാളം പ്രകടിപ്പിച്ചതുപോലെ വിനീതരായി ജീവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് കരം കൊടുക്കുന്ന നല്ല സമറായക്കാരാകാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പെസഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.